لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالحق بشيرا ونذيرا ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أيها الإخوان والأخوات أوصيكم بنفسي أولا بتقوى الله أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا بسم الله الرحمن الرحيم إنما المؤمنون الذين إذا ذكر الله وجلت قلوبهم وإذا تليت عليهم آياته زادتهم إيمانا وعلى ربهم يتوكلون الذين يقيمون الصلاة ومما رزقناهم ينفقون أولئك هم المؤمنون حقا لهم درجات عند ربهم ومغفرة ورزق كريم. മുഅ്മിനുകളായ സഹോദര സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കണമേ എന്ന് ആദ്യമായി ഉണർത്തുകയാണ്. ശക്തമായ ഭാഷയിൽ വസിയ്യത്ത് ചെയ്യുകയാണ്. ഈ വസിയ്യത്ത് യഥാവിധി ജീവിതത്തിൽ പുലർത്തി ജീവിക്കാനുള്ള തൗഫീഖ് തന്ന് അള്ളാഹു നമ്മെ ഓരോരുത്തരെയും തുണക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, നമുക്ക് സുപരിചിതമായ സൂറത്ത് അൻഫാലിലെ തുടക്കത്തിലുള്ള 2-3 വചനങ്ങളാണ് ഓർമ്മയിൽപ്പെടുത്തിയത്. മനുഷ്യരായ നമ്മുടെ സകല വ്യവഹാരങ്ങളിലും ജീവിതത്തിന്റെ സകല പ്രതിസന്ധികളിലും നമ്മളെപ്പോഴും ആശിക്കുന്ന ഒരു സംഗതിയാണ് അഭയം, അത്താണി എന്ന് പറയുന്നത്. നാം ഒരു പ്രതിസന്ധിയിൽ പെടുമ്പോൾ നമ്മെ സഹായിക്കാൻ ഒരാളുണ്ട് എന്നത് ഒരു വല്ലാത്ത ആശ്വാസമാണ് നമുക്ക് തരിക. മറ്റേത് ജീവികളെക്കാളും നമ്മുടെ പ്രത്യേകത ഈ അഭയത്തിലുള്ള ആശ്വാസമാണ്. നിങ്ങൾ നോക്കിയേ, ഒരു 3-3.5 വയസ്സുള്ള ഒരു കുട്ടി ചിതറി ഓടുന്ന ഒരു പ്രായമാണത്. അവന്റെ കൈ പിടിക്കൽ അനിവാര്യമാണ്. തിരക്കുകളിൽ അവന്റെ കൈ പിടിച്ചിട്ടില്ലെങ്കിൽ അപകടം കൂടാനാണ് സാധ്യത.
അപ്പോ ശ്രദ്ധാപൂർവമുള്ള അവനെ പിടിക്കലാണ് സുരക്ഷ എന്ന് പറയുന്നത്, അല്ലേ? ഒരു ചെറിയ തിട്ടിന്റെ മുകളിൽ നിന്ന് ചെറിയ കുട്ടിയുടെ ഒരു ഉപ്പ കൈ ഇങ്ങനെ കാണിച്ചു കൊടുത്താൽ ആ കൈയിലേക്ക് കുട്ടി ചാടും. ആ ചാടുന്നത് എന്തുകൊണ്ടാണ്? അതാണ് അഭയബോധം കൊണ്ടാണ്. എങ്കിൽ ഈ അഭയബോധം ജീവിതത്തിലെ ഏറ്റവും വലിയ നമ്മുടെ ഒരു പ്രത്യാശയാണ്. അതാണ് വഅതസിമൂ ബിഹബ്ലില്ലാഹ്. അർത്ഥം ഞാൻ പറയേണ്ടതില്ലല്ലോ. അള്ളാഹുവിന്റെ പാശത്തില് നമ്മൾ മുറുകെ പിടിക്കണം. ഹബിലുല്ലാഹിൽ മതീൻ. ഹബിലുള്ള അള്ളാഹുവിന്റെ പാശം, ആ കയറെന്നത് അത് ബലിഷ്ഠമാണ്. ഇതിനെക്കുറിച്ച് അറിയിക്കുന്നതാണ് ഞാൻ ഓതി വെച്ച ആയത്ത്. അള്ളാഹ് പറയാണ്, ചില കാര്യങ്ങൾ എനിക്കിഷ്ടമാണ്, ആ കാര്യങ്ങൾ ചെയ്യുന്നവരെയും ഇഷ്ടമാണ്. വേഗത്തിൽ അർത്ഥം ഒന്ന് ശ്രദ്ധിച്ചു നോക്കുക. ഇന്നമൽ മുഅ്മിനൂനല്ലദീന ഇദാ ദുക്കിറല്ലാഹ്. നിശ്ചയം മുഅ്മിനീങ്ങൾ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ ഓർക്കുമ്പോ വജിലത്ത് ഖുലൂബുഹും, അവരുടെ മനസ്സുകൾ ഇങ്ങനെ പിടക്കും. വഇദാ തുലിയത് അലൈഹിം ആയാതുഹു സാദത്തുഹും ഈമാന. അള്ളാഹുവിന്റെ ആയത്തുകൾ അവർക്ക് ഇങ്ങനെ ഓതിക്കൊടുക്കുമ്പോൾ അവരുടെ ഈമാന് കൂടും. വഅലാ റബ്ബിഹിം യതവക്കലൂൻ. അവർ തന്റെ റബ്ബിലെല്ലാം ഏൽപ്പിക്കുന്നവരാണ്, തവക്കുൽ ശരിയായവരാണ്. അല്ലദീന യുഖീമൂന സ്വലാഹ്, നിസ്കാരം നിലനിർത്തുന്നവരാണ്. വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ, നമ്മൾ അവർക്ക് നൽകിയതിൽ നിന്ന് ചെലവഴിക്കുന്നവരാണ്. എന്നിട്ട് പറഞ്ഞ വാക്ക് ശ്രദ്ധിക്കണേ, ഉലൈക ഹുമുൽ മുഅ്മിനൂന ഹഖ്ഖാ. അവരാണ് ഹഖായ മുഅ്മിനുകൾ. അവർക്ക് ലഹും ദറജാതുൻ ഇൻദ റബ്ബിഹിം വമഗ്ഫിറത്തുൻ വരിസ്ഖുൻ കരീം. അവർക്ക് അല്ലാഹുവിന്റെ അടുക്കൽ ഉയർന്ന ദറജകളുണ്ട്, അവർക്ക് പാപമോചനമുണ്ട്. പിന്നെ പറയണ വാക്ക് ശ്രദ്ധിക്കേ, വരിസ്ഖുൻ കരീം, അന്തസ്സാർന്ന റിസ്ഖുണ്ട്. നമ്മൾ സാധാരണ പറയാറുണ്ട്, ആളുകളൊക്കെ കുറെ ഉണ്ട്, കാര്യത്തിന് പറ്റുന്നവര് വേണ്ടേ എന്നാണ്. ആളുകൾ കുറെ ഉണ്ടെങ്കിലും കാര്യത്തിന് പറ്റണ്ടേ എന്ന് ചോദിച്ചാൽ മുസ്ലിമീങ്ങൾ കുറെ ഉണ്ട്. പക്ഷേ യഥാർത്ഥ മുഅ്മിനുകൾ ആരാ? ഉലൈക ഹുമുൽ മുഅ്മിനൂന ഹഖ്ഖാ. അവരാണ് ഒറിജിനൽ മുഅ്മിനുകൾ. നമ്മൾ ചെറുതായി ഒന്ന് നമ്മളെ വിലയിരുത്തണം. അതിനുവേണ്ടിയാണ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു. ആ പ്രാർത്ഥിക്കണം എന്നുണ്ടെങ്കിൽ ആരോടാണോ ചോദിക്കുന്നത് അവൻ അറിയണം എന്ന് പറഞ്ഞു. അവനിൽ എങ്ങനെ ഏൽപ്പിക്കണം, അപ്പോഴാണ് നമ്മൾ, എപ്പോഴാണ് നമ്മൾ ഒറിജിനൽ മുഅ്മിനാവുക? നിങ്ങളും ആലോചിച്ച് നോക്കിയേ. ഞാനിത് പറഞ്ഞത്, നമ്മൾ ഓരോരുത്തരും അള്ളാഹുവിനെ ആരാധിച്ചു കൊണ്ടിരിക്കുന്നവരാണ്, അള്ളാഹുവിനെ പ്രകീർത്തിക്കുന്നവരാണ്, അള്ളാഹുവിന്റെ ഗ്രന്ഥം പഠിക്കുന്നവരാ. ആ ഗ്രന്ഥം പാരായണം ചെയ്താണ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത്. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയെ ഉണരുന്നവരാണ് നമ്മൾ. ഇതെല്ലാം ചെയ്യുന്നതിന്റെ കൂടെ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ, വേണ്ടുന്ന ആവശ്യങ്ങളെല്ലാം അള്ളാഹുവോട് കൈയുയർത്തി കണ്ണ് നനഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കുന്നവരാണ്. എല്ലാം അള്ളാഹുവിന്റെ മുമ്പിൽ മനസ്സ് തുറന്ന് പ്രാർത്ഥിച്ച് അവനിൽ ബരമേൽപ്പിച്ചാണ് ഞാനും നിങ്ങളൊക്കെ ജീവിക്കുന്നത്. അള്ളാഹുവിൽ നമ്മൾ തവക്കുലാക്കിയിട്ടുണ്ട്. നമ്മുടെ ജീവിതത്തിൽ വരുന്ന ഓരോ ആപത്തുകളെ തടുക്കാൻ അള്ളാഹുവോട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. എങ്കിൽ നമ്മൾ ആലോചിക്കേണ്ട എന്തറിയോ? ഞാൻ പ്രാർത്ഥിച്ച പ്രാർത്ഥന, എന്റെ അള്ളാഹുവിലുള്ള ഏൽപ്പന അഥവാ തവക്കുല് നമുക്ക് മനസ്സമാധാനം തരാൻ മാത്രം തൃപ്തികരമായിട്ടുണ്ടോ? നിങ്ങൾക്ക് ഉറക്കം വരരുത്, കാര്യമായിട്ട് ആലോചിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മളിപ്പോ പ്രാർത്ഥിച്ചല്ലോ, ആ പ്രാർത്ഥന നമ്മുടെ മനസ്സിന് തൃപ്തികരമായിട്ടുണ്ടോ? ഞാൻ എന്നാൽ കഴിയാവുന്ന കാര്യങ്ങൾ നിർവഹിച്ച് അള്ളാഹുവിൽ ഏൽപ്പിച്ചിട്ടുണ്ട്, തവക്കുൽ ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ സമാധാനപരമായി ഉറങ്ങും, ഞാൻ സമാധാനപരമായി ജീവിക്കും. അങ്ങനെ ഒരാശ്വാസത്തിൽ നമുക്ക് എത്താൻ കഴിഞ്ഞിട്ടുണ്ടോ? ഈ ലോകത്ത് പല ആപത്തുകളും ദുരന്തങ്ങളും പലതും ലോകത്ത് സംഭവിക്കുന്നുണ്ടെങ്കിലും ഞാനെല്ലാം എന്റെ റബ്ബിനോട് തേടിയിട്ടുണ്ട്, പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഇനി കാക്കേണ്ടത്, സംരക്ഷിക്കേണ്ടത്
എന്റെ റബ്ബ് എന്നെ കാത്തുകൊള്ളും എന്നൊരു ഉറച്ച സമാധാനം എന്റെ നിങ്ങളുടെയും കൽവിലുണ്ടോ? ഞാൻ എന്തിനാ അങ്ങനെ ചോദിക്കാൻ കാരണം അറിയാമോ? അപ്പൊ നമുക്കൊരു ആവശ്യം, സാമ്പത്തികപരമായ ഒരു ആവശ്യം വന്നു. നമ്മൾ പലരോടും സാമ്പത്തികമായി ചോദിക്കാറുണ്ട്. ആദ്യം ചെന്ന് ചോദിച്ചത് ഒരു പിശുക്കനടാ നോക്കുക. നല്ല മുതലാളിയായ പിശുക്കനാണ്. ചോദിച്ച അയാൾ തരാമെന്നും പറഞ്ഞു. കുറച്ച് കഴിയുമ്പോൾ നമുക്ക് എന്തെന്ന് അറിയാം, പഠിച്ചോനെ അയാൾ പിശുക്കനാണ്, തരാന്ന് പറഞ്ഞിട്ടുണ്ട്, കയ്യിൽ കിട്ടുന്നത് വരെയും സമാധാനമല്ല. വേറൊരു മനുഷ്യനുണ്ട്, അയാൾ പിശുക്കനൊന്നുമല്ല, സഹായിക്കാൻ നല്ല മനസ്സുള്ള ആളാണ്, പക്ഷെ അയാൾ തരും. അയാളുടെ പെണ്ണും കുട്ടിയൊന്നും അത്ര ഉഷാറല്ല. അവയ്ക്കെങ്ങാനും ഫിത്നയിലാക്കിയാലോ? അവിടെയും ഒരു സ്വൈരക്കേട് ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ കൂടുക അല്ലെ? വേറൊരാളുണ്ട്, പലതും നമ്മൾ ആവശ്യപ്പെടുമ്പോ ആ മനുഷ്യന് തരാൻ കുഴപ്പമൊന്നുമില്ല, പക്ഷെ മനുഷ്യനല്ലേ, തന്നാ തന്നല്ലേ, കിട്ടിയാലെന്നല്ലേ കിട്ടിയെന്ന് പറയാൻ പറ്റുള്ളൂ. ഞാൻ പറഞ്ഞത് എന്തറിയോ, നമ്മളൊരു സംഗതിക്ക് ഇറങ്ങുമ്പോ ആവശ്യപ്പെടുമ്പോ നമ്മുടെ മനസ്സ് പല പല നിലക്കുള്ള സ്വൈര്യക്കേടിലാണ്. എന്നാൽ അള്ളാഹുവിനോട് നമ്മൾ പ്രാർത്ഥിച്ചതും ചോദിച്ചതും അള്ളാഹുവിൽ നമ്മൾ തവക്കുലാക്കിയതും പിശുക്കനായ ഒരു പടച്ചവനെയാണോ? പറയുന്ന വാക്കുകൾ നല്ലോണം ശ്രദ്ധിക്കണം. അതോ കനിവും കാരുണ്യവുമില്ലാത്ത, നമ്മെക്കുറിച്ചറിയാത്ത, അവസരത്തിനൊത്ത് വാക്ക് മാറുന്ന ഒരു പടച്ചവനോടാണോ? അല്ല എങ്കിൽ നമുക്കെങ്ങനെ സമാധാനം വരാതിരിക്കും? അല്ലെ? നമുക്ക് സമാധാനം വരണ്ടേ? ഏൽപ്പിച്ചാൽ നമ്മൾ ഈ പറഞ്ഞ പടച്ചവനിലാണ് വിശ്വസിക്കുന്നതെങ്കിൽ ചിലപ്പോൾ സമാധാനം വരൂല. നേരത്തെ പറഞ്ഞ പടച്ചവനിലാണെങ്കിൽ നമുക്ക് സമാധാനം വരണ്ടേ? അല്ല നമ്മളോട് പറഞ്ഞിട്ടുണ്ടല്ലോ, എന്നോട് നിങ്ങൾ തേടിക്കൊള്ളൂ. അതാണ് നമ്മളൊരു ആഴ്ചത്തെ ഖുതുബ. ഉദ്ഊനി അസ്തജിബ് ലക്കും, എന്നോട് ചോദിക്ക്, ഞാൻ അനക്ക് തരാം. എന്നിട്ടും നമ്മൾ ചില ആൾക്കാർ പറയും, ആ സംഗതി നടന്ന് കിട്ടുമ്പോളം എനിക്ക് സമാധാനമല്ല, ഞാൻ ഉറങ്ങിയിട്ട് എത്ര ദിവസങ്ങളായി എന്നറിയോ, ഒക്കെ ഏൽപ്പിക്കണ്ടോനൊക്കെ ഏൽപ്പിച്ചിട്ടുണ്ട്, എന്നാലും ഒരു സമാധാനക്കേട്. എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു? പ്രിയരെ, ഒന്ന് അനങ്ങിയിരുന്ന് കേൾക്കണം. ഞാനെങ്കിലും അനുഭവിക്കുന്ന വലിയൊരു പ്രശ്നമാണ്. എന്നാ ചില ചരിത്രങ്ങൾ നമ്മൾ പഠിക്കണം കേട്ടോ. അവിടെയാണ് അള്ളാഹുവിൽ നമ്മൾ വിശ്വസിച്ചിട്ടുണ്ടെങ്കിലും വിശ്വസിക്കുന്നുണ്ടെങ്കിലും അള്ളാഹുവിനെ അറിയാൻ നമ്മൾ ഇനിയും ഒരുപാട് സഞ്ചരിക്കണം. അതിനാണ് ഞാനിത് പറഞ്ഞത്. അള്ളാഹിനെ മനസ്സിലാക്കാൻ ഇനിയും നമ്മൾ ഒരുപാട് സഞ്ചരിക്കണം. നമ്മളെ കുറിച്ച് പടച്ചോൻ പറഞ്ഞില്ലേ, ഉലൈക ഹുമുൽ മുഅ്മിനൂന ഹഖ്ഖ, അതാണ് ഒറിജിനൽ മുഅ്മിൻ. ആ ഗ്രേഡിക്ക് ഞാൻ നിങ്ങൾ എത്തുമോ? ഇത് പ്രസംഗത്തിന് പറഞ്ഞതല്ല. ഒന്നൊന്ന് ശാന്തമായിട്ട്, അല്ലെങ്കിൽ അല്ലാഹ് ആ പറഞ്ഞ മുഅ്മിൻ ഞാൻ ആയിട്ടുണ്ടോ? നിങ്ങൾ ആലോചിക്കണം. ദുൽഖഅദ്, ദുൽഹിജ്ജ, മുഹറം, ഈ 3 മാസങ്ങള് അള്ളാഹുവിന്റെ അമ്പിയാക്കന്മാരുടെ ചരിത്രങ്ങൾ പറയുന്ന വളരെ മഹിതമായ മാസങ്ങളാണ്. ദുൽഖഅദിലേക്ക് നമ്മൾ പ്രവേശിച്ചു. ഈ മാസത്തില് ദുൽഖഅദും ദുൽഹിജ്ജയും ഒക്കെ പ്രധാനമായി നിലകൊള്ളുന്നത് ഇബ്രാഹിം അലൈഹിസ്സലാമയെ കുറിച്ച് ഓർക്കേണ്ടുന്ന സമയമാണ്. ആ ചരിത്രങ്ങൾ നമ്മൾ ഇങ്ങനെ ഓർക്കുമ്പോൾ ബോധപൂർവമാണ് ഞാൻ ആമുഖം പറഞ്ഞത്. ഇബ്രാഹിം അലൈഹിസ്സലാമയുടെ ചരിത്രങ്ങളിൽ നിന്ന് നമ്മൾ എത്ര പഠിച്ചാലും തീരാത്തത്ര ഗുണപാഠങ്ങളുണ്ട്. വളരെ പ്രധാനപ്പെട്ട 24, 25 ആവശ്യങ്ങൾ അള്ളാഹുവിന്റെ മുമ്പിൽ ഇബ്രാഹിം നബി വെക്കുന്നുണ്ട്. അതിലെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് തവക്കുൽ എന്ന ഈ ബോധം, ഈമാൻ കടുപ്പമുള്ളതായി തീരുക. എങ്ങനെയെന്നറിയോ? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഇബ്രാഹിം അലൈഹിസ്സലാം പ്രിയതമാ ഹാജറ ബീവിയെ, മകൻ ചോര പൈതൽ ഇസ്മായിൽ അലൈഹിസ്സലാമയെ മക്കയിൽ കൊണ്ടുവന്ന് താമസിപ്പിക്കുന്ന ഒരു രംഗമുണ്ട്. താമസിപ്പിച്ച അള്ളാഹുവോട് അദ്ദേഹം പറഞ്ഞ വാക്കെന്തറിയോ? റബ്ബന ഇന്നി അസ്കൻതു മിൻ ദുരിയതി ബിവാദിൻ ഗൈരി ദീ സർഅൻ ഇൻദ ബൈതിക്കൽ മുഹറം. എന്നിട്ടാണ് പിന്നെ ആവശ്യങ്ങൾ വെക്കുന്നത്. അള്ളാഹുവേ, ഈ താഴ്വരയിൽ, ഈ താഴ്വര ഏത് താഴ്വര? ഇൻദ ബൈതിക്കൽ മുഹറം, നിന്റെ ഭവനത്തിന്റെ ചാരത്തുള്ള ഈ താഴ്വരയിൽ, അവിടെ വെള്ളമില്ല, ഒരു പുൽക്കൊടിയില്ല, ഒരു തണലോ ചെടികളോ ഇല്ല, ഒരു മനുഷ്യനില്ല, ഇല്ലാത്ത ഈ നാട്ടിൽ കരിമ്പാറക്കെട്ടുകളിൽ എന്റെ കുഞ്ഞിനെ, എന്റെ പ്രിയതമയെ ഞാനിതാ കൊണ്ടുവന്ന് താമസിപ്പിച്ചിട്ടുണ്ട്. റബ്ബേ, ഇവിടെ കൊണ്ടുവന്നാക്കാൻ നീയാണ് എന്നോട് പറഞ്ഞത്. ഒരു പതറിച്ചയില്ലാതെ, ഒരു പന്തി കേടുമില്ലാതെ
റബ്ബേ ഞാനിതാ ഏൽപ്പിച്ചു പോവുകയാണ് എന്ന് പറഞ്ഞു. സാധാരണ പോയാ പോട്ടേന്ന് ഒരു തള്ളയും ഒരു കുട്ടിയല്ലേ എന്ന് വിചാരിച്ചിട്ടാവൂലല്ലോ ഏൽപ്പിക്കുന്നത്. എന്റെ റബ്ബല്ലേ എന്നോട് പറഞ്ഞത്, വാക്കുകൾ ശ്രദ്ധിക്കണേ, എന്റെ റബ്ബല്ലേ എന്നോട് പറഞ്ഞത്, ഇവരെ സംരക്ഷിക്കാൻ അവൻ കഴിവുള്ളവനല്ലേ, അവൻ എപ്പോഴും അവരുടെ കൂടെയുണ്ട്, അവൻ രക്ഷിക്കും എന്ന ഒരൊറ്റ ഉറപ്പ് കൊണ്ടല്ലേ ഇബ്രാഹിം അലൈഹിസ്സലാം അവിടെ ഏൽപ്പിച്ചത്. നിങ്ങൾ നോക്കിയേ, തിരിഞ്ഞു നോക്കാതെ ആ ഉപ്പ തിരിച്ചു പോവുക, തിരിഞ്ഞു നോക്കാതെയാണ് വരുന്നത്. അപ്പൊ ഉമ്മ ചോദിച്ചല്ലോ, ഞങ്ങളെ തനിച്ചാക്കി നിങ്ങൾ പോവുക, എന്താ തിരിഞ്ഞു നോക്കാത്തെന്നറിയോ? തിരിഞ്ഞു നോക്കിയാൽ തിരിച്ചു വിളിക്കുന്ന 4 കണ്ണുകളിൽ അവിടെ മനുഷ്യനല്ലേ. അപ്പൊ തിരിച്ചു ചോദിച്ചൊരു ചോദ്യമുണ്ട്, നിങ്ങൾ പോകുന്നത് അള്ളയാണോ കൽപ്പിച്ചത്? ഉമ്മന്റെ ചോദ്യ. എന്താ ചോദ്യം? അള്ളയാണോ കൽപ്പിച്ചത്? അപ്പൊ അദ്ദേഹം പറഞ്ഞു നഅം. ഉമ്മ പറഞ്ഞെന്തറിയോ? ഇത് കേട്ടപ്പോ പറഞ്ഞത് ആ ഉമ്മാക്ക് വല്ല സങ്കടവും തോന്നിയോ? വല്ല സങ്കടവും തോന്നിയോ? ഇല്ല, നിങ്ങൾ പൊയ്ക്കൊള്ളി, ഇതല്ല യുളയ്യന, നമ്മുടെ റബ്ബ് ഞങ്ങളെ കൈവടിയില്ല. ഞാൻ ഈ ചരിത്രം വായിച്ചപ്പോ, നിങ്ങൾ കേട്ടിരിക്കുമല്ലോ ഈ ചരിത്രങ്ങള്, വേർപാടിന്റെ നിമിഷത്തിന് ചരിത്രത്തിൽ ഇത്രയും തീവ്രത സമ്മാനിച്ച വേറൊരു അനുഭവം നമുക്ക് കാണാൻ കഴിയില്ല. അങ്ങനെ ഒന്നില്ല. ഈ കരിമ്പാറക്കെട്ടുകൾക്കിടയിൽ ഒരു മനുഷ്യന്റെ സാന്നിധ്യം ഈ അയലത്തെവിടെയില്ല. ഭക്ഷണമല്ല, വെള്ളമല്ല, ഒന്നുമില്ലല്ലോ. അവരെ തിരിച്ചാക്കി പോരുമ്പോ ആ പറഞ്ഞ ഒരു ബോധ്യണ്ട്, അള്ളയാണോ കൽപ്പിച്ചത്? ഇതല്ല യുളയ്യാന, ഞങ്ങൾ ധൈര്യമായി പോയിക്കൊള്ളി, അള്ള ഞങ്ങളെ കൈവടിയില്ല. അല്ലേ? അതാണ് ഉലൈക ഹുമുൽ മുഅ്മിനൂന ഹഖ്ഖാ എന്ന് പറഞ്ഞാൽ. നേരെ കേൾക്കണം, അതാണ് ഹുമുൽ മുഅ്മിനൂന ഹഖ്ഖാ. അങ്ങനെ പറയാൻ കഴിയുമ്പോൾ ഒരു തിരിച്ചറിവുണ്ടല്ലോ, തവക്കുലി ബോധം, അത് നമ്മളിൽ ഉണ്ടാവുന്നില്ല എങ്കിൽ നമുക്ക് ആ ഈമാനിന്റെ ഗ്രേഡ്, ആ ഈമാനിന്റെ രുചി ആസ്വദിക്കാൻ നമുക്ക് കഴിയില്ല. കൊണ്ട് അള്ള പറഞ്ഞത് വതവക്കൽ അലല്ലാഹ് വകഫാ ബില്ലാഹി വകീല. ഈ കാലത്ത് ജീവിക്കുന്ന നമ്മൾ എത്രയും തിരിച്ചറിയേണ്ടുന്ന വാക്കാണ്. അതുള്ള സമയം കൊണ്ട് ചില സൂചനകളൊക്കെ ഇൻഷാ അല്ലാഹ് ഞാൻ തരാം. വതവക്കൽ അലല്ലാഹ് വഅലല്ലാഹി ഫതവക്കലു ഇൻ കുൻതും മുഅ്മിനീൻ. നിങ്ങൾ മുഅ്മിനുകളാണെങ്കിൽ അല്ലാഹുവിൽ ഇങ്ങനെ ഏൽപ്പിക്കണം. അങ്ങനെ ഏൽപ്പിച്ചാൽ അല്ലാഹ് നമ്മളെ തിരിച്ചു വല്ലാത്ത സഹായങ്ങൾ തരും. ഇസ്ലാമിന്റെ മർമ്മ പ്രധാനം എന്ന് പറയുന്നത് 3 കാര്യങ്ങളാണ്. ഒന്ന് തൗഹീദാണ്, ഒന്ന് തവക്കുലാണ്, ഒന്ന് തഖ്വയാണ്. ഈ 3 ഉണ്ടെങ്കിൽ ഈമാനിന്, ഇസ്ലാമിന് ഒരു രസതന്ത്രമുണ്ട്. ആ രസതന്ത്രം, ആ കെമിസ്ട്രിയിലൂടെ നമ്മൾ ഇങ്ങനെ പോകുമ്പോഴാണ് ഈമാനും സ്വബറും തവക്കുലും പാടെ ചേരുന്ന ഒരു മിശ്രിതം ജീവിതത്തിലേക്ക് ഇങ്ങനെ വരും. ഈ 6 കാര്യങ്ങൾ ഇങ്ങനെ വരണം. നിങ്ങൾ നോക്കിയേ, ജീവിതത്തെ സംബന്ധിച്ച് അകാരണമായ ഭയങ്ങൾ കൂടുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. സംഭവിച്ച കാര്യങ്ങളിൽ സങ്കടപ്പെട്ടും സംഭവിക്കാനുള്ള കാരണങ്ങളിൽ നമ്മൾ ആശങ്കപ്പെട്ടും ഭീതിതമായ ഒരവസ്ഥയാണ് ഭൂരിപക്ഷം ആളുകൾക്കുള്ളത്. സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ഒരവസ്ഥ ഉണ്ടാവൂല എന്ന് ഖുർആനിൽ 13 തവണ അള്ള പറഞ്ഞിട്ടുണ്ട്. എത്ര തവണ? 13 ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. നിങ്ങൾ ശ്രദ്ധിക്കണം, ഖൗഫ് എന്ന് പറയുന്നതും ഹുസ്ന് എന്ന് പറയുന്നതും 2 തലമാണ്. പേടി ഏതിനെയാണ്? പേടി എന്ന് പറയുന്നത് വരാനിരിക്കുന്നതാണ്. ദുഃഖം എന്ന് പറയുന്നത് ഏതാണ്? കഴിഞ്ഞു പോയതാണ്. കഴിഞ്ഞു പോയ സംഗതികളിൽ ദുഃഖമില്ല. വരാനിരിക്കുന്ന സംഗതികളിൽ അവർക്ക് സങ്കടങ്ങളില്ല. എന്താണ്? ഒരു സ്വർഗീയമായ ഒരു അനുഭൂതിയാണ് ദുനിയാവിൽ ജീവിക്കുമ്പോൾ നമുക്ക് കിട്ടുക. ശരിക്കും ഇത് പഠിക്കുമ്പോൾ നമ്മൾ പഠിക്കേണ്ടത്, നമ്മൾ പറയലുണ്ട്, 2030 ആവുമ്പോഴേക്ക് ലോകത്തെ ഏറ്റവും വലിയ മാരകമായ രോഗേത ഡിപ്രഷനാണ്.
ഒരു മുഅ്മിൻ അനുഭവിക്കുന്ന മാനസിക സുഖം അല്ലാഹ് ഈ പറഞ്ഞത്. ഈ ഡിപ്രഷൻ നമ്മളെ ബാധിക്കൂലെന്നാ, ബാധിക്കാൻ പാടില്ലെന്നാ. അതാ ഞാൻ നേരത്തെ വിശദീകരിച്ചത്. അതുകൊണ്ട് തന്നെ ഒരു കാര്യം അന്വേഷണം നടത്തി സർവ്വവിധ കഴിവ് ഉപയോഗിച്ച് നഷ്ടം സംഭവിക്കാൻ സാധ്യതയുള്ള കാര്യങ്ങൾക്ക് തടയിട്ട് എല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് വിജയത്തിന് അള്ളാഹുവിൽ ഏൽപ്പിക്കുന്നതിനാണ് നമ്മൾ എന്ത് പറയാ, തവക്കുൽ എന്ന് പറയാ. കാരണം എല്ലാ കാര്യങ്ങൾക്കും അള്ളാഹു കാര്യകാരണ ബന്ധങ്ങൾ നിശ്ചയിച്ചിട്ടുണ്ട്. അത് നമ്മൾ അറബിയിൽ പറയാന്തറിയോ, സബബ് മുസബബ് എന്ന്. അള്ളാഹു നിശ്ചയിച്ച അസ്ബാബുകൾ, കാരണങ്ങൾ നമ്മൾ ചെയ്യാതെ അള്ളാഹുവിൽ തവക്കുലാക്കാന്ന് പറയുന്നത് വിവരക്കെടാണ്. നമ്മൾ ചെയ്യേണ്ടത് ചെയ്തിട്ടാണ് ആരെ ഏൽപ്പിക്കേണ്ടത്, അള്ളാഹുവിനെ ഏൽപ്പിക്കേണ്ടത്. ഞങ്ങൾക്ക് ചില സംഗതികൾ പറഞ്ഞത്. ഇപ്പൊ മറിയം ബീവിയോട് അള്ള പറയുന്നുണ്ട്, ആ പ്രസവാവസ്ഥയില് ഭയങ്കര എന്താണ് പേറ്റ് നോവ് വന്ന സമയത്ത് അള്ള പറയേണ്ട, ഈ മനുഷ്യന്മാരിൽ നിന്നൊക്കെ ഒഴിവായിട്ട് ആ കാണുന്നൊരു തോട്ടത്തിൽ ചെന്ന് ഈന്തപ്പന മരം ഇടക്ക് നീ ഇങ്ങനെ കുലുക്കണം. അപ്പൊ നിനക്കെന്ത് ചെയ്യും, ജനിയ നല്ല പഴങ്ങൾ വീഴും. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ആരോഗ്യവാനായ ഒരാള് കുലുക്കിയാൽ പോലും കുലുങ്ങാത്തതാണല്ലോ ഒരു ഈന്തപ്പന മരം എന്ന് പറഞ്ഞാൽ. അതും ഒരു പെണ്ണ്, അതും ഒരു ഗർഭിണി, അവരോടാണ് അള്ളാഹ് കുലുക്കാൻ പറഞ്ഞത്. അതിന്റെ അർത്ഥം എന്താ അറിയോ, മറിയം ബീവി ചെയ്യേണ്ടത് മറിയം ബീവി ചെയ്യണം. തരേണ്ടത് ആര് തരും, അള്ളാഹ് തരും. അതിൽ വേറെ ചില പദ്ധതികളുണ്ട്, ചില പ്രവർത്തനങ്ങളുണ്ട്, അത് ബയാൻ ചെയ്യല്ല. നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ചെയ്യാ, ഏൽപ്പിക്കേണ്ടവനെ ഏൽപ്പിക്കുക. ഇബ്രാഹിം അലൈഹിസ്സലാമയോട് ചെയ്യാൻ പറഞ്ഞത് അദ്ദേഹം ചെയ്തു. മക്കയിൽ താമസിപ്പിച്ചു. സഹായിക്ക് റബ്ബേ എന്ന് പറഞ്ഞു. ആ സഹായമാണ് ഇന്നും വറ്റാത്ത നീരുറവയായി നമ്മൾ ഇന്ന് കാണുന്നത്. അതിന്റെ ഭയം പിന്നീട് തരാം. അത്ര ആ പോയിന്റ് മനസ്സിലാക്കുക. ഹിജ്റ പോവുക റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോ ജനാല ഇങ്ങനെ തുറന്നിട്ടിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിരിപ്പിൽ കിടക്കുന്നുണ്ട്. ആര് കാണുന്നുണ്ട്, ശത്രുക്കൾ കാണുന്നുണ്ട്. നബിയെ കൊല്ലാൻ വേണ്ടി വീട് വളഞ്ഞിരിക്കുകയാണ്. പക്ഷെ 2 ദിവസം മുമ്പ് പ്ലാൻ ചെയ്തിട്ടുണ്ട്. ആ പ്ലാനിങ്ങിൽ ഈ വിരിപ്പിൽ ആര് കിടക്കണം, അലി റളിയല്ലാഹു അൻഹു കിടക്കണം. അലിയെ കിടത്തിയിട്ടാണ് നട്ടപ്പാതിരക്ക് ഹബീബായ റസൂല് ഇറങ്ങിപ്പോകുന്നത്. ഭക്ഷണം എത്തിക്കാൻ താമസിക്കുന്ന സ്ഥലം നിശ്ചയിച്ചു. അവിടേക്ക് ഭക്ഷണം എത്തിക്കാൻ ആളെ ഏർപ്പാട് ചെയ്തു. ആ ഭക്ഷണം കൊണ്ടുവരുന്ന മൃഗത്തിന്റെ കുളമ്പടികൾ മായ്ച്ചു കളയാൻ ആട്ടിൻ കൂട്ടങ്ങളെ നടത്താൻ നിശ്ചയിച്ചു. എല്ലാം പ്ലാൻ ചെയ്തു. എന്നിട്ട് ആ സൗറിൽ താമസിച്ചപ്പോഴാണ് അവരുടെ കാലൊച്ച കേട്ടപ്പോ നമ്മൾ ചെയ്യാനുള്ളത് ചെയ്തു, ഏൽപ്പിക്കേണ്ടവനെ ഏൽപ്പിച്ചു. ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ. അവിടെ ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, സങ്കടപ്പെടണ്ട, നമ്മൾ ചെയ്യേണ്ടത് ചെയ്തു, ഏൽപ്പിക്കേണ്ടവനെ ഏൽപ്പിച്ചു, അവൻ നമ്മെ സഹായിക്കും. അല്ല പറഞ്ഞിട്ടല്ലേ നമ്മൾ ഈ പോണത്, അള്ളാഹ്ക്ക് വേണ്ടിയല്ലേ നമ്മൾ ഈ പണിയെടുക്കണത്. ഇനി ബാക്കി അള്ള നോക്കിക്കോളുന്നില്ല. അള്ള നോക്കണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് ചെയ്യണം. ഒരാള് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ, നബി ഇങ്ങനെ ഇരിക്കുന്നുണ്ട് മദീനത്തെ മുറ്റത്ത്, പള്ളിയുടെ മുറ്റത്ത്. ഒരാൾ ഒട്ടകപ്പുറത്ത് വന്നു, ഒരു സഹാബി. അയാൾ ഒട്ടകത്തെ അഴിച്ചു വിട്ടു. എന്നിട്ട് പള്ളിയിലേക്ക് കയറാൻ നോക്കുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, എന്തേ ഒട്ടകത്തിനെ കിട്ടുന്നില്ലെന്ന് ചോദിച്ചു. അപ്പൊ ഇയാൾ തിരിച്ചെന്ത് പറഞ്ഞെന്നറിയോ, നബി അതൊക്കെ അള്ള നോക്കിക്കോളും എന്ന് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവ്വലൻ അത്തറബ്ബുത് സുമ്മ അത്തവക്കുൽ. അള്ളാഹ്ക്ക് പണി അന്റെ ഒട്ടകത്തെ നോക്കലല്ല, നീ അതിനെ പിടിച്ച് കെട്ടിയിട്ട് അള്ളാഹുവിൽ ഏൽപ്പിക്കുക. ഇതെല്ലാം നിങ്ങൾ ചേർത്ത് വായിക്കണം കേട്ടോ. മദീനത്തെ പള്ളിയിൽ ഇരുന്ന് ഒരു ചെറുപ്പക്കാരനായ ചെക്കൻ എപ്പോഴും കരഞ്ഞു പ്രാർത്ഥിക്കും. മറ്റൊരു സംഭവമാണ്, അള്ളാഹുവേ എനിക്ക് സ്വാലിഹായ മക്കളെ തരണേ. നിങ്ങൾ കേട്ടിരിക്കും കഥ, എളുപ്പം മനസ്സിലാകാൻ വേണ്ടി പറയാന്ന് മാത്രം. പഠിച്ചോനെ എനിക്ക് സ്വാലിഹായ മക്കളെ തരണേ. അതേങ്ങനെ കണ്ണിൽ നിന്ന് വെള്ളം വന്നുകൊണ്ടൊക്കെ ഇങ്ങനെ പ്രാർത്ഥിക്കും. ഇത് പലവട്ടം ഉമർ റളിയല്ലാഹു അൻഹു കണ്ടപ്പോ ഉമറിനും സങ്കടം തോന്നി. ഉമർ റളിയല്ലാഹു അൻഹു ചെന്ന് ചോദിച്ചു, മോനെ കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് എത്ര കാലായിട മോനെ, മക്കൾ ഉണ്ടായില്ല അല്ലേ എന്ന് ചോദിച്ചു. അപ്പൊ അദ്ദേഹം തിരിച്ചു പറഞ്ഞ്, കല്യാണം കഴിച്ചിട്ടില്ല ഞാൻ. ഉമർ റളിയല്ലാഹു അൻഹു ചാട്ടവാറെടുത്ത് ഒരൊറ്റെണ്ണം കൊടുത്തിട്ട് പറഞ്ഞു, ആദ്യം പോയിട്ട് കല്യാണം കഴിക്കുക, എന്നിട്ട് പടച്ചവനോട് പ്രാർത്ഥിക്കുന്നതാണ്. അതാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം. അതുകൊണ്ട് അതാണ് ഒരു പക്ഷിയുടെ അവസ്ഥ എന്നുള്ള നിലക്ക് പറഞ്ഞു. ഇങ്ങനെ ഒരു പക്ഷി തവക്കുൽ ശരിയായാൽ എന്താ പറയുക, ബാക്കിയൊക്കെ നിങ്ങൾ ആലോചിച്ചാൽ മതി കേട്ടോ.
പിന്നെ പക്ഷി ഒട്ടിയ വയറുമായി കൂട് വിട്ടിറങ്ങും. ഒരു പക്ഷിയും എന്ത് ചെയ്യല്ല അതേ ഒട്ടിയ വയറുമായി തിരിച്ചു കൂട്ടിലേക്ക് വരില്ല, നിറഞ്ഞ വയറുമായിട്ടാണ് വരിക. ലവന്നക്കും തതവക്കലൂന അലല്ലാഹ് ഹഖ്ഖ തവക്കുലി ലറസഖകുമുല്ലാഹ്. അല്ലാഹുവിൽ ശരിയായ തവക്കുല് നിങ്ങൾ നടത്തിയാൽ ഒരു പക്ഷിയുടെ വയറ് നിറയുന്നത് പോലെ അള്ളാഹ് നിങ്ങൾക്ക് റിസ്ക് തരും. നിങ്ങൾ ചെയ്യാനുള്ളത് നിങ്ങൾ ചെയ്യണം. ഇപ്പൊ നമ്മൾ മെയ് 2-ാം തീയതിയിലാണ്, ഒരു തൊഴിലാളി ദിനമൊക്കെ കഴിഞ്ഞു. നമ്മൾ ചെയ്യേണ്ട പണി ആത്മാർത്ഥമായി സത്യസന്ധമായി അള്ളാഹുവിൽ തവക്കുൽ ചെയ്ത് നമ്മൾ ചെയ്താൽ എന്ത് ജോലിയാവട്ടെ, ഹലാലായ എന്ത് പണിയാണെങ്കിലും അള്ളാഹു എന്ത് ചെയ്യുന്നറിയോ, അള്ളാഹു അതിൽ ബർക്കത്തിന് നമുക്ക് തരും. പക്ഷെ എന്ത് വേണം? ശരിയായ തവക്കുൽ വേണം. അപ്പോഴാണ് നമ്മൾ ഒറിജിനൽ മുഅ്മിനുകളാവുക. പ്രിയരെ, ഒരു കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിക്കുക. ഇബ്രാഹിം എന്ന സൂറത്ത്, ഖുർആനിൽ അധ്യായം ഉണ്ടല്ലോ ഇബ്രാഹിം എന്നത്, ആ സൂറത്ത് ഹബീബായ റസൂലിന് ഇറങ്ങുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും വിഷമിച്ചു കൊണ്ടിരിക്കുന്ന, വിഷമം പിടിച്ചൊരു ഘട്ടത്തിലാണ്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അതിൽ വിശദീകരിക്കുന്നിടക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു ഒരു ആയത്ത് പറയുന്നുണ്ട്. അഫലം യസീറു ഫിൽ അർളി ഫയൻദറു കൈഫ കാന ആകിബത്തുൽ ലദീന മിൻ ഖബ്ലിഹിം ദമ്മറല്ലാഹു അലൈഹിം വലിൽ കാഫിരീന അംസാലുഹാ ദാലിക ബിഅന്നല്ലാഹ മൗലൽ ലദീന ആമനു വഅന്നൽ കാഫിരീന ലാ മൗല ലഹും. സമകാലികമായി നമ്മളെല്ലാവരും വായിക്കേണ്ടുന്ന ഒരു വായനയാണിത്. നിങ്ങൾ ദുനിയാവിലൂടെ യാത്ര ചെയ്യുന്നില്ലേ, എന്നിട്ട് അള്ളാഹു തകർത്തെറിഞ്ഞ കാഫിറുകളുടെ ഓരോ രീതികളും ഓരോ സംഭവങ്ങളും അവരുടെ പര്യവസാനവും നിങ്ങൾ ചിന്തിക്കുന്നില്ലേ? കാരണം എന്താണ്? അള്ളാഹുവാണ് സത്യവിശ്വാസികളുടെ മൗല, കാഫിറുകൾക്ക് ആ മൗലയില്ല. അല്ലാഹു മൗലാന വലാ മൗലാ ലഹും. കാഫിറുകൾ ഇങ്ങനെ ഏതോ ഒരു ഭാഗത്ത് ഇങ്ങനെ വിജയിച്ചു നിൽക്കുന്ന സമയത്ത് സഹാബത്ത് വന്ന് നബിയോട് പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂലെ, അവർക്ക് ചിലർക്കൊക്കെ വിജയം ഉണ്ടല്ലേ എന്ന് പറഞ്ഞു. അപ്പൊ എന്താ റസൂല് പറഞ്ഞെന്നറിയോ? അല്ലാഹു മൗലാന, അള്ളയാണ് നമ്മുടെ മൗല, അവർക്ക് അല്ല ഇല്ലല്ലോ എന്ന് പറഞ്ഞു. പുതിയ കാലഘട്ടത്തില് മുസ്ലിമീങ്ങളായ നമുക്ക് പലതിലും പേടിയാ. എന്താ പേടിയെന്നറിയോ? ചിലൊക്കെ വാർത്തകളൊക്കെ ചില പത്രങ്ങളൊക്കെ പ്രൊജക്ട് ചെയ്യും. അത് എന്താന്ന് ചോദിച്ചാൽ സനാതന ധർമ്മങ്ങളിലേക്ക് അവർ തിരിച്ചുപോയി. എന്താ കാരണം? ഇസ്ലാമിന്റെ ആ വിധിയിൽ എനിക്ക് സംതൃപ്തി തോന്നിയില്ല. പോകാൻ വേണ്ടി നിൽക്കുന്നവനാണ്, അല്ലെങ്കിൽ പോക്കാൻ വേണ്ടി നിൽക്കുന്നവരായിരിക്കും. ഇസ്ലാമോഫോബിയ അതിന്റെ ഏറ്റവും ഉയർന്ന തലങ്ങളിൽ നിങ്ങനെ വിളയാടുന്ന സന്ദർഭത്തില്, പേടിപ്പിക്കാൻ നമ്മെ ശ്രമിപ്പിച്ചു കൊണ്ടിരിക്കുന്ന വേളയില് നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്? അല്ലാഹു മൗലാന. എങ്ങനെ വായിക്കണം? നിങ്ങൾ ഹന്തക്ക് വായിച്ചിട്ടില്ലേ? എന്തിനാണ് ചരിത്രം നമുക്ക് പറഞ്ഞു തരുന്നത്? വേഗം ഒരു മിനിറ്റ് കൊണ്ട് നിങ്ങൾ അത് ശ്രദ്ധിച്ചു നോക്കണം. എന്തിനാണ് കഥകൾ അള്ളാഹു നമുക്ക് പറഞ്ഞു തരുന്നത്? ഹന്തക്ക് എന്ന് പറയുന്ന ആ യുദ്ധം ഉണ്ടല്ലോ, 7 സഖ്യകക്ഷികൾ ഒന്നിച്ചു ചേർന്ന് മദീനയെ ആക്രമിക്കുക. ആ സമയത്താണ് 3 ഭാഗം വളഞ്ഞു. ഒറ്റ ഭാഗത്ത് വരാൻ നിൽക്കുമ്പോഴാണ് അവിടെ കിടങ്ങ് കുഴിക്കുന്നത്. ഒരു സഹാബി വന്നിട്ട് നബിയോട് പറഞ്ഞു, റസൂലേ, ഞങ്ങൾക്കിനി കുടിക്കാൻ വയ്യ, വയറ്റത്തൊരു കല്ലുണ്ട്, ഒടിഞ്ഞു പോകുമെന്ന് പേടിച്ചിട്ടാണെന്ന് പറഞ്ഞു. മുത്തുനബി അതുവരെ കാണിക്കാതിരുന്ന അനുഭവം കാണിച്ചു കൊടുത്ത്, നിങ്ങളുടെ വയറ്റത്ത് ഒന്നല്ലേ 2 ഇവിടെ എന്ന് പറഞ്ഞു. അത്ര സാഹസപ്പെട്ട് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കെ ഒരു പുലരിയിൽ, ഒരു അർദ്ധരാത്രിക്ക്, നാളെ നേരം വെളുക്കുന്നതിന് മുമ്പ് രാത്രിയിൽ അതിശക്തമായ ഒരു കാറ്റ്, ഭീകരമായ ഘോരമായ ശബ്ദത്തോടെ അത് കേട്ട് ശത്രുക്കൾ പേടിച്ചോടി. ഒരു യുദ്ധത്തിലും കിട്ടാത്ത അത്ര യുദ്ധമുതലുകൾ മുസ്ലിമീങ്ങൾക്ക് ലഭിക്കുകയാണ്. പ്രിയരെ, ഞാനിത് പറഞ്ഞെന്തറിയോ? പടച്ചോൻ നിങ്ങളുടെ നമ്മളെ പരീക്ഷിക്കാൻ പല നിലക്കുള്ള സംഗതികൾ ഉണ്ടാക്കും. പക്ഷെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, അള്ളാഹ് നമ്മളെ കൈവിടിയില്ല. ഉമ്മു ജമീൽ എന്ന പെണ്ണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ, ഉമ്മു ജമീൽ എന്ന് പറഞ്ഞ അബൂ ലഹബിന്റെ ഭാര്യയാണ്. ഈ തബ്ബത്ത് എന്നുള്ള സൂറ ഇറങ്ങിയപ്പോ ഒരു കല്ലെടുത്തിട്ട്, നബിന്റെ അളമയാണ്, കല്ലെടുത്തിട്ട് നബിയും സിദ്ദീഖുൽ അക്ബറും കഅബാലയത്തിൽ നിൽക്കുക. ഈ കല്ല് ഞാനിന്ന് മുഹമ്മദിന്റെ വായിൽ തിരുകും, അവന്റെ വായ അടയാൻ പാടില്ല,
തുറക്കാനും പാടില്ല. ശ്വാസം മുട്ടി എന്റെ മുമ്പിൽ മരിച്ചു വീഴുന്നത് എനിക്ക് കാണണമെന്ന് പറഞ്ഞിട്ട് ആക്രോശിച്ചുകൊണ്ടാ എളാമ ഓടി വരുന്നത്. വന്നപ്പോ അബൂബക്കർ സിദ്ദീഖിനെ മാത്രമേ കണ്ടുള്ളൂ. നബിനെ കാണാനില്ല. നബി ഇവിടെ നിൽക്കുന്നുണ്ട്. അവര് തെറിയൊക്കെ അങ്ങോട്ട് പുലമ്പിയിട്ട് അവർ തിരിച്ചുപോയി. അപ്പോ നബിയോട് സിദ്ദീഖുൽ അക്ബർ ചോദിച്ചു, നബിയെ നിങ്ങൾ ആ പെണ്ണും പിള്ള കണ്ടില്ലേന്ന് ചോദിച്ചു. അവര് വന്നപ്പോ പടച്ചോൻ എനിക്ക് ഒരു മലക്കിനെ വെച്ച് മറയിട്ട് തന്ന് എന്നെ സംരക്ഷിച്ചു. അള്ള നമ്മളെ കാക്കും സഹോദരങ്ങളെ, അള്ള നമ്മളെ കാക്കും. ചെറിയ പരീക്ഷണങ്ങൾ വരുന്ന എന്തിനാന്ന് ചോദിച്ചാൽ ഈമാൻ ശരിയാണോ എന്നുള്ള ഏൽപ്പിക്കൽ ശുദ്ധമാവണം, ഏൽപ്പിക്കൽ ശുദ്ധമാകണം. പല അന്തർധാരകളും നടക്കുമ്പോഴും ഏത് കളികളും ഒന്നൊന്നായി പൊളിഞ്ഞുകൂടിക്കൊണ്ടിരിക്കുന്ന കാഴ്ചകൾ നമ്മൾ കാണും. നമ്മുടെ ആത്മവിശ്വാസം പോവരുത്. ഏതെങ്കിലും ഒരു വിഷയം വരുമ്പോ തളരേണ്ടവരല്ല നമ്മള്. ദീനീ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകണം. മുഖത്തെ പുഞ്ചിരി ഒരിക്കലും നഷ്ടപ്പെടരുത്, നഷ്ടപ്പെടാൻ പാടില്ല. നമ്മുടെ മുൻഗാമികൾ ധീരന്മാരായിരുന്നു. അല്ലാഹു മൗലാന വലാ മൗലാലഹും. ഇത് ഇന്ന് നമ്മുടെ മനസ്സ് ഇതിങ്ങനെ നമ്മോട് ഇങ്ങനെ തുടർത്തി പറയണം. ഇനിയും നമ്മൾ നമ്മുടെ കൽബിൽ ഇത് ഉറച്ചാൽ അള്ള നമ്മളെ കാക്കും. തവക്കുൽ ശരിയാവുക. ഒന്നുകൊണ്ടും പേടിക്കരുത്. ചിരിച്ചുകൊണ്ട് മുന്നോട്ട് നമ്മൾ പോകണം. എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും ഈമാൻ ശക്തമാക്കുക, ശ്രമിക്കുക, പ്രാർത്ഥിക്കുക. അള്ളാഹു നമ്മുടെ കൂടെയുണ്ട്. ഒന്നുകൂടി ശ്രദ്ധിക്കണം, അല്ലാഹു മൗലാന വലാ മൗലാലഹും. അത് മനസ്സിൽ മായാത്ത മഷി കൊണ്ട് രേഖപ്പെടുത്തുക. അള്ളാഹു നമ്മെ തുണക്കുമാറാവട്ടെ. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസല്ലല്ലാഹു അലാ നബിയിനാ വഹബീബിനാ മുഹമ്മദ്. യാ അയ്യുഹല്ലദീന ആമനൂ തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. സ്നേഹമുള്ളവരെ, അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കണമേ എന്നൊരിക്കൽ കൂടെ ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അള്ളാഹുവിനെ നമുക്കെല്ലാം തൗഫീഖ് നൽകുമാറാവട്ടെ. പ്രിയരെ, ഞാൻ പറഞ്ഞു വന്നത്, അള്ളാഹു നമ്മളെ സംരക്ഷിക്കും. പക്ഷെ അള്ളാഹുവിനാൽ സംരക്ഷിക്കപ്പെടേണ്ടുന്ന ഒരു മുതലാണ് ഞാൻ എന്ന് അള്ളാഹുവിന്റെ മുമ്പിൽ നമ്മളൊരു ഉറപ്പ് കൊടുക്കണം. ആ ഉറപ്പ് കൊടുക്കുമ്പോഴാണ് ഉലൈക ഹുമുൽ മുഅ്മിനൂന ഹഖ്ഖ എന്ന ഗ്രേഡിലേക്ക് നമ്മൾ വരിക. അതുകൊണ്ട് തന്നെ നമ്മുടെ രക്ഷാകേന്ദ്രം എന്നത് തൗഹീദാണ്, തവക്കുലാണ്, തഖ്വയാണ്. മറ്റൊരു മിശ്രിതം കൂടി ഞാൻ പറഞ്ഞു തന്നിരുന്നു. ഈമാനും സബറും തവക്കുലും, ഈ മൂന്നും പാടെ എപ്പോഴും ജീവിതത്തിൽ ഉണ്ടാവണം. അതിന് നമ്മൾ എപ്പോഴും തേടേണ്ടത്, നമ്മുടെ ഈമാനിൽ പിഴവ് വരുമോ, തെറ്റിപ്പോവോ, അള്ളാഹുവിൽ നിന്ന് നമ്മൾ അകലുമോ എന്ന പേടി നമുക്ക് എപ്പോഴും ഉണ്ടാവണം, തേടണം. എപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കുന്ന ഒരു ചെറിയ പ്രാർത്ഥന ഞാൻ നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തി തരാം. എന്താ അറിയാത്? അഊദു ബികലിമാത്തില്ലാഹി തമ്മതി മിൻ ശർരി മാ ഖലഖ. എല്ലാവരും പ്രാർത്ഥിക്കുന്നതാണ്, എന്നാലും എപ്പോഴും ചൊല്ലേണ്ട ഒരു പ്രാർത്ഥനയാണത്. അഊദു ബികലിമാത്തില്ലാഹി തമ്മതി മിൻ ശർരി മാ ഖലഖ. എല്ലാ ദിവസവും രാവിലെ ഈ പ്രാർത്ഥന സുബഹിക്ക് ശേഷം 3 പ്രാവശ്യം പറഞ്ഞാൽ, മഗ്‌രിബിന് ശേഷം 3 പ്രാവശ്യം പറഞ്ഞാൽ, അതിന്റെ കൂടെ ഫാത്തിഹയും ഖുൽ ഹുവല്ലാഹു അഹദ്, ഈ ഫലക്ക് അതൊക്കെ വേണം. ആയത്തുൽ കുർസി എന്നിട്ട് ചൊല്ലിയാൽ വിഷമേൽക്കൂല എന്ന് വരെ ഹദീസിലുണ്ട്. നമ്മളൊരു പ്രദേശത്ത് ചെന്ന് ആ നാട്ടിൽ ഇറങ്ങുമ്പോ നമ്മൾ ആദ്യം പറയേണ്ട വാക്കെന്താണ്? അഊദു ബികലിമാത്തില്ലാഹി തമ്മതി മിൻ ശർരി മാ ഖലഖ. അവിടുന്നുള്ള ഷർറിൽ നിന്ന് നമ്മൾ അള്ളാഹുവോട് കാവലിനെ ചോദിക്കണം. അങ്ങനെ ജീവിതത്തിൽ ഒരു തവക്കുലി ബോധത്തോടുകൂടെ അള്ളാഹുവിലെല്ലാം ഏൽപ്പിച്ച് നീങ്ങാൻ, പ്രാർത്ഥിക്കാൻ നമുക്ക് ബോധ്യം വരണം. അതിന് നമ്മൾ ഒരുങ്ങണം. നമ്മൾ ഒറ്റ വാക്കുകൂടി, ഒരു കൊച്ചു പ്രദേശത്തെ നശിപ്പിച്ച് അതിന്റെ മുകൾ ഭാഗം മുഴുവനും പുകപടലങ്ങളുമായി നിറഞ്ഞു നിൽക്കുന്ന കൊച്ചു ഗസയാണെങ്കിൽ, അപ്പുറത്ത് നിങ്ങൾ നോക്കിയേ, അതിനേക്കാളും വലിയ 5000 ഏക്കറിലധികം സ്ഥലങ്ങളിൽ വേറെയും ഒരു പുകപടലങ്ങളെ നമുക്കിന്ന് കാണാം. പടച്ചവനാണ് വലിയവൻ, അല്ലേ? അള്ളാഹു എന്തും ലോകത്ത് സംഭവിപ്പിക്കാം. അള്ളാഹുവാണ് വലിയവൻ. അവനിലെല്ലാം
എല്ലാം ഏൽപ്പിക്കുക. ആ വാക്ക് മറക്കരുത്. അല്ലാഹു മൗലാന വലാ മൗലാ ലഹും. അവനിൽ ഏൽപ്പിച്ച് നമ്മൾ പ്രാർത്ഥനയോടുകൂടി നമ്മൾ മുന്നോട്ട് നീങ്ങാൻ ശ്രമിക്കണം. അഊദു ബികലിമാത്തില്ലാഹി താമ്മത്തി മിൻ ശർരി മാ ഖലഖ എന്നുള്ള പ്രാർത്ഥന എല്ലാ ദിവസവും സമയവും സന്ദർഭത്തിനനുസരിച്ച് നമ്മൾ ചൊല്ലണം. അള്ളാഹു നമ്മെ തുണക്കുമാറാവട്ടെ. 2 കാര്യങ്ങൾ സൂചിപ്പിക്കാനുണ്ട്. നാളെ ഞായറാഴ്ച അസറിന് ശേഷം നമ്മുടെ പള്ളിയിൽ വെച്ച് ഹാജിമാർ, ഈ വർഷം ഹജ്ജിന് പോകുന്ന നമ്മുടെ സഹോദരങ്ങൾക്ക്, ഹാജിമാരായ നമ്മുടെ സഹോദരങ്ങൾക്ക് നമ്മൾ ഈ പള്ളിയിൽ നിന്ന് ഒരു യാത്രയപ്പ് നൽകുന്നുണ്ട്. ആ സദസ്സിൽ പോകുന്നവരും പോകാത്തവരും എല്ലാവരും പങ്കെടുത്ത് ഒന്നൊരു പ്രാർത്ഥനാ സദസ്സിൽ നമ്മൾ പങ്കെടുക്കണം. അതിൽ ആ ശ്രദ്ധ വേണം. കൂടെ നമ്മുടെ പ്രാർത്ഥനകൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മുസീബത്തുകളിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടി അള്ളാഹുവോട് തേടണം. ഇന്നും പ്രാർത്ഥിക്കാൻ വേണ്ടി നമ്മളൊരു സഹോദരന് പ്രാർത്ഥിക്കുന്നതിന് വേണ്ടി ആവശ്യപ്പെട്ടിട്ടുണ്ട്. അയാൾ ഹോസ്പിറ്റലിലാണ്. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് എല്ലാ വിധത്തിലുള്ള മുസീബത്തുകളിൽ നിന്ന് നമ്മെ, നമ്മുടെ സഹോദരങ്ങളെ, നമ്മുടെ കുടുംബങ്ങളെ, ഉമ്മത്തിനെ അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാവട്ടെ. അതിശക്തമായ ഈമാൻ നമ്മുടെ ഖൽബിൽ നിറച്ചു തന്നുകൊണ്ട് അള്ളാഹുവിലേക്ക് കൂടുതൽ കൂടുതൽ അടുക്കാൻ, അതിലേറെ സമാധാനം ആസ്വദിക്കാൻ, അനുഭവിക്കാനുള്ള തൗഫീഖ് തന്ന് അള്ളാഹു നമ്മെ ഓരോരുത്തരെയും തുണക്കുമാറാവട്ടെ. നമ്മുടെ മാതാപിതാക്കളെ അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ മക്കളിൽ നിന്ന് അള്ളാഹു എല്ലാവിധത്തിലുള്ള സന്തോഷവും സമാധാനവും 2 ലോകത്തും നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. ഈ ലോകം വിട്ട് പിരിയുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് ഉച്ചരിച്ച് അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ അള്ളാഹു നമുക്കെല്ലാം തൗഫീഖ് നൽകുമാറാവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാത് യാ ഖാദിയൽ ഹാജാത്ത്. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. اللهم أجرنا من النار. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين ونجنا من القوم الظالمين. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. واغفر لنا يا غافر المذنبين. آمين برحمتك يا أرحم الراحمين. اللهم صل وسلم وبارك على نبينا محمد وعلى آله وصحبه أجمعين. والسلام على المرسلين.